ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവും അനാമികയും കൂടെ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ രേവതി ആണെങ്കിൽ ടെൻഷനോടെ അവിടെ ഇരിക്കുകയാണേ. എന്താ രേവതി, നീ വരുന്നില്ലേ? ഞാൻ വന്നാലും വിധി മാറാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത്തവണയെങ്കിലും പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിലും നക്കാപ്പിച്ചയെങ്കിലും കിട്ടിയാൽ മതി. അവർ കോടികളുടെ ആസ്തി ഉള്ളത് കൊണ്ട് നക്കാപ്പിച്ച തരുന്നതും കോടികൾ തന്നെ ആയിരിക്കും എന്ന് വേണു പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, ഓ കോടികളുടെ കണക്കൊന്ന് നിർത്ത് എന്ന് പറഞ്ഞതും നമ്മുടെ അനാമിക പറയും, എന്തായാലും അവന് പെട്ടെന്നൊന്നും ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. എന്തായാലും കുടുംബ കോടതിയിലെ ജഡ്ജ് എന്നത് സ്ത്രീയാണ്, അപ്പോൾ അവർക്ക് എൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാവുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാവും, അതിനേക്കാൾ ഉപരി നീ ചെയ്തു കൂട്ടിയ തെറ്റുകളും അവർക്ക് വേഗം മനസ്സിലാവും എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ വേണു പറയും, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ഒന്ന് വഴി മുടക്കാതിരിക്കോ, സംസാരിച്ച് സമയം കളാതെ ഒന്ന് വരാൻ നോക്കച്ച എന്ന് പറഞ്ഞിട്ട് അനാമിക വേണുവിന്റെ കൂടെ കോടതിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ തന്നെ വേണു അനാമികയുടെ അടുത്ത് പറയും, ആ ജഡ്ജിയുടെ മുന്നിൽ കരഞ്ഞങ്ങ് മെഴുകണം കേട്ടോ മോളെ, സെന്റിമെന്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ ചെന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക പറയും, മകളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് കാര്യം നേടാൻ നോക്കുന്ന ഒരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ കോടതിയിലെത്തുന്ന അനാമിക പറയും, വലിയ പ്രതീക്ഷയോടെയാണ് മാഡം അനന്തപുരി തറവാട്ടിലേക്ക് ഞാൻ ചെന്നത്. ഇനിയിപ്പോൾ ബന്ധം പിരിഞ്ഞാലും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അതൊരു വലിയ പ്രയാസമെന്ന് പറയണേ. ആവശ്യമുള്ള നഷ്ടപരിഹാരം കിട്ടിയാൽ ബന്ധം പിരിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേരെ അനാമിക വേണുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണു വേഗം പറഞ്ഞോ, നല്ലോണം പറഞ്ഞോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ വക്കീൽ ചോദിക്കും, നിങ്ങൾ ആരെ ഈ നോക്കുന്നത്? അപ്പോൾ അനാമിക പറയും, എനിക്ക് ഈ ബന്ധം പിരിഞ്ഞിട്ട് രണ്ടാമതൊരാളെ വിവാഹം കഴിക്കുമ്പോൾ അതെന്റെ രണ്ടാം വിവാഹമല്ലേ, അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വക്കീൽ പറയും, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ തല്ലിക്കഴിഞ്ഞാൽ ഒരു ബന്ധവും നന്നായിട്ട് പോകാൻ പോകുന്നില്ല. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, രണ്ടാമതൊരു വിവാഹം നടക്കണമെങ്കിൽ ഇഷ്ടം പോലെ പൊന്നും പണവും ഒക്കെ തരണ്ടേ, അതും അനി തരണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നേ? അപ്പോഴും നേരെ അനാമിക നോക്കുന്ന വേണുവിന്റെ മുഖത്തേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വക്കീൽ പറയും, ആ തുക പോലും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ മാഡം, കാരണം ഈ നിൽക്കുന്ന അനാമിക മെന്റൽ പേഷ്യന്റ് ആണെന്ന് പറയാണ്, അതിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ സമർപ്പിച്ചതാണ് മാഡം എന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ, ഒന്ന് എണീക്കണം എന്ന് പറയുമ്പോൾ വേണു എണീറ്റ് നിൽക്കുവാണേ. എന്നിട്ട് ജഡ്ജി ചോദിക്കും, എന്തുവാടോ ഇതൊക്കെ, വിവാഹത്തിന് മുൻപ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പല വൈകൃതങ്ങളും ഉണ്ടാകാം, പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ ഒരു കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞു വിടാൻ എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട്, അനിയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത് വരെ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ കുട്ടി അനിയുടെ കുടുംബത്തിൽ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെയോ ഒരു ചാനലിൽ വന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അത് ഭീകരമായിട്ട് ഈ കുടുംബത്തിനെ കുറിച്ച് അത് ഞാനും കണ്ടതാന്ന് പറയാൻ കേട്ടോ ജഡ്ജ്. ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ടും താൻ എന്തിനാടോ ഈ കുട്ടിയെ അങ്ങനെ അനുവദിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ വേണു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുവാണ്. അപ്പോ വക്കീല് പറയും, അനന്തപുരി തറവാട്ടുകാര് ഈ നാട്ടിലെ അഭിമാനികളായ കുടുംബക്കാരാണ്, അവരെ അപമാനിക്കുമ്പോൾ അവരൊരു കോംപ്രമൈസിന് തയ്യാറാവില്ലെന്നും അങ്ങനെ കോടതിയെ സമീപിച്ചാൽ കോടികൾ തട്ടിയെടുക്കാം എന്ന ധാരണയുമാണ് ഇവരെ ഇവിടെ എത്തിച്ചത് എന്ന് വേണം മാഡം പറയാൻ എന്ന് പറയാൻ കേട്ടോ. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും, വിവാഹബന്ധം വേർപെടുത്തുക, അതിൽ നിന്ന് കിട്ടുന്ന കോടികൾ എടുത്ത് ജീവിക്കുക എന്ന് പറയുമ്പോഴൊക്കെ ആനി ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. കടം കയറിയ അനാമികയുടെ അച്ഛൻ വേണുവിന് അതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ കോടതിയിൽ കൂടുതൽ വാദത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ ജഡ്ജി. പെൺകുട്ടിയുടെ മനോനിലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു, എങ്കിലും പെൺകുട്ടിയോട് എന്തെങ്കിലും സഹാനുഭൂതി തോന്നി അനി എന്ന ചെറുപ്പക്കാരൻ എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾക്ക് മേടിക്കാം എന്ന് പറയണേ. അതുപോലെ തന്നെ അനിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് നിങ്ങൾ ഒന്നിച്ചു പോവുകയാണെങ്കിലും കോടതിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. അതിനുവേണ്ടി 6 മാസ കാലയളവ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയും വേണുവും കൂടെ പോകുന്ന സമയത്ത് അനി കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അനി ആ വക്കീലിനൊക്കെ കൈ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അനാമികയോട് വേണുവിനോടും ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് അനി പറയും, കടം തീർക്കാൻ വേണ്ടി സ്വന്തം മകളെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ട് അവരുടെയും ജീവിതം തൊലച്ചു എന്നങ്ങ് പറയുമ്പോൾ വേണു പറയും, വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ അനാമികയെ.